ഞാൻ നന്നായിട്ട് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ക്യാമറ വരെ നോക്കിക്കോ. നല്ല രസമുണ്ട് എല്ലാരും കൂടെ ഇങ്ങനെ പാടത്തോട് നടന്നു വരുമ്പോ. ഈ വീഡിയോയ്ക്ക് എന്ത് ഇൻട്രോയാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്, സോണിയാമ്മയുടെ വീട്ടിൽ. ഇതാണ് സോണിയാമ്മ. സോണിയാമ്മയിലേക്ക് വരാം. ആദ്യം നമുക്ക് ശരണിനെ പരിചയപ്പെടാം. ഇത് ശരണിൻ്റെ സ്വപ്നമായ സ്റ്റുഡിയോ ആണ് കേട്ടോ, ശരണിൻ്റെ വീട്ടിനുള്ളിൽ തന്നെ. പക്ഷേ ഇതൊന്നും കാണാൻ ശരണില്ല കേട്ടോ. നമ്മളെ വിട്ടുപോയിട്ട് 3 മാസത്തിൽ കൂടുതലായി ശരണ്. ആക്സിഡൻറ്റിലായിരുന്നു ശരൺ പോയത്. 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ശരൺ പോയത്. ആ ശരണിൻ്റെ ഓർമ്മയിലാണ് സോണിയാമ്മ ഇപ്പോഴും ജീവിക്കുന്നത്. അമ്മ ഇതുവരെ ആ ഒരു എന്താ പറയുക, ആ ഒരു മൊമെൻറ്റിൽ സോണിയാമ്മ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സോണിയാമ്മേനെ മെയിനായിട്ടും കാണാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കുറേ ആൽബംസും ഷോർട്ട് ഫിലിമും ഒക്കെ ശരൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൽബം പോലെ അവിടെ വെച്ചിരിക്കുന്നത്. ശരൺ ചെയ്ത പ്രീവിയസ് വർക്കുകളും ശരണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും ശരണും ഫാമിലിയുമായിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ക്യാപ്ചർ ചെയ്ത് ആ ഒരു ഫോട്ടോ ഫ്രെയിംസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള മുഖം അഖിനാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അഖിൻ വഴിയാണ് എനിക്ക് ഈ ഒരു ഫാമിലീനെ പരിചയം. ഇതാണ് സോണിയാമ്മയും ശരണും. അഖിനുണ്ട്, പിന്നെ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ശരണും അഖിനും വേറൊരു കുട്ടിയുണ്ട്. ഇവർ 3 പേരാണ് സോണിയാമ്മയുടെ ഏറ്റവും വലിയ മക്കളെന്ന് പറയാം. അഖിൻ്റെ ഫാമിലി വേറെയാണ്, പക്ഷേ അമ്മയെപ്പോലെ തന്നെയാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റാണ് അഖിനും ഈ ശരണിൻ്റെ ഫാമിലിയുമായിട്ടുള്ളത്. സോ നമ്മുടെ ഈ വീഡിയോ ഫുള്ള് ഞാൻ അങ്ങോട്ടേക്ക് പോയതിൻ്റെ ഓർമ്മകളും കുറേ വിശേഷങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞാനിത് വന്ന ഫസ്റ്റ് ഡേ ആണ്. ഞാൻ സോണിയാമ്മേനെ കാണാനാണ്, നേരത്തെ പറഞ്ഞതുപോലെ സോണിയാമ്മേനെ കാണാനാണ് പോയത്. അപ്പം നമുക്കിനി വിശേഷത്തിലോട്ട് പോവാം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഇങ്ങനൊരു മൊമെൻറ്റ്. ഞാൻ ഒരിക്കൽ പോലും കാണാത്ത പരിചയം, അല്ലെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്തൊരു ഫാമിലിയിലേക്ക് ഞാൻ പോവുകയും അവിടെ നിൽക്കുകയും ഇതുവരെ കാണാത്ത വ്യക്തികളെ കാണുകയും അടുക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ലൈഫ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഒരുപാട് കൃഷിയുള്ളൊരു സ്ഥലമാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത ചേലമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോയത് കേട്ടോ. നമ്മുടെ സോണിയമ്മയുടെ വീട്ടിലും ഒരുപാട് കൃഷിയും എന്താ പറയുക, ഇതുപോലുള്ള നാച്ചുറൽ ഫ്രൂട്ട്സും കാര്യങ്ങളും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിതെല്ലാം ഒരു അത്ഭുതത്തോടെ കാണുമെന്ന് പറയാം. ചേനപ്പൂ ഇത് കുറച്ചുകൂടി വലുതായി കുറച്ച് സ്മെല്ല് ഉണ്ടാവില്ല. ഇത് വിളഞ്ഞോ? ഇതിനെന്താ പറയാ ഇവിടെ? കദളി, ചെങ്കദളി. നിങ്ങളെന്താ പറയാ? ചുമന്ന പഴം, ചെങ്കദളി. ചുവപ്പ്. ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഓറഞ്ചോ? തിന്നാലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. മധുരം ഉണ്ട് ഇതിന്. ഇതിന് ഇത്ര മധുരം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ക്യാമറമാൻ ശരിയല്ല. ഇത് വരിക്കല്ലേ അമ്മ? ഇതോ ചെറുതോ? അപ്പൊ നിനക്ക് ചക്കയ്ക്ക് പുറത്ത് എങ്ങും പോണ്ട. എനിക്കതല്ല കണ്ടേ, എനിക്ക് ഈ തോട്ടിൽ വെള്ളം വരുമല്ലോ മഴയാകുമ്പോ. ഞാനും ദേവും കൂടെ വരാം. അതെല്ലേ? ഇതില് കുറച്ചും കൂടെ പഴുത്ത് നിൽക്കുന്നു തോന്നുന്നുണ്ട്. ഞാൻ ഈ എന്റെ അടുത്ത് അവൻ പറഞ്ഞ് എനിക്കിത് ഭയങ്കര പുളിയായിരിക്കും അല്ലേ?
ഇവിടെ എത്ര പോലെ അതെല്ലാം കറക്റ്റ് എടുക്കും. കിടിലോ കിടിലോ ഭയങ്കര പുളി. അതാ പറഞ്ഞ കുഞ്ഞു കുട്ടികൾ കഴിക്കുക, അവർക്ക് ഭയങ്കര ഹരാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര മധുരം, ഭയങ്കര പുളി. എന്തൊക്കെ നമ്മള് കഴിച്ചു. പേരയ്ക്കാ അതിന് മാങ്ങയും കൂടെ ഉള്ളു പറിക്കാൻ. അച്ചൂട്ടാ ഹായ് പറ. അച്ചൂട്ടൻ ഫ്രം ഫ്രം താനൂര്. അച്ചുട്ടൻ ഫ്രം താനൂർ. ഫോട്ടോ എടുത്തോ, വീഡിയോ എടുത്തോ. നമുക്കായിട്ട് പറിക്കല്ലേ. ഹായ് അയ്യോ നല്ല ചാമ്പേ. നമുക്കായിട്ട് രണ്ട് ചെറുതുണ്ട് കേട്ടോ ഇന്ദ്ര. അത് അതെ ഇവിടെ ഉണ്ട്, പക്ഷെ അത് വിളഞ്ഞിട്ടില്ല. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അതും വിളഞ്ഞിട്ടില്ല. ഒരു 3 എണ്ണം കിട്ടിയമ്മ. ഈ വീഡിയോയിൽ കാണുന്ന ഒരു വ്യക്തികളുമായിട്ട് എനിക്ക് ഒരു മുൻപരിചയമില്ല, ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ സോണിയാമ്മയെ പോലും ഞാൻ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഫോണിലല്ലാണ്ട്. ആകെ എനിക്ക് പരിചയം സോണിയാമ്മയാണ്. പക്ഷെ ഇന്നിപ്പം ഇവരെല്ലാവരും എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ ആയി കേട്ടോ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കോഴിക്കോട് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മൂപ്പായിനെന്തായാലും അയ്യോ അല്ല അച്ഛനെ നമ്മൾ എടുത്ത് മൂത്തിരി ചേച്ചാ. ഇത് കുറച്ചുകൂടി മൂത്തണം. ഇത് കിട്ടുന്നുണ്ട്. ഇല്ലേ കുറച്ചുകൂടി മൂത്തണം. നമുക്ക് പൊട്ടിച്ചു വെക്കാം. ആ ബ്രീഡ് പച്ച തന്നെയാ. നല്ല പുളി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. എക്സ്പ്രഷൻ കിട്ടിയ ഓന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ്. ഇത് സ്വപ്നേച്ചയാണ്, അതായത് സോണിയമ്മയുടെ സിസ്റ്ററാണ്. വീഡിയോഗ്രാഫറിൻ്റെ ചില കൈയബദ്ധം മൂലം ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ഫുൾ ബ്ലീച്ച് ആയിട്ടായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കല്ലേ, അച്ചുവിന് അറിയത്തില്ല ഇത് ഷൂട്ട് ചെയ്യാനൊന്നും. അച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോസ് ആയിരുന്നു. പക്ഷേ സോണിയമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വീഡിയോ എടുക്കാനും ഒക്കെ. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ, മീൻസ് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു സോണിയമ്മ കേട്ടോ. എല്ലാവരും, സ്വപ്നേച്ചി ആണെങ്കിലും എല്ലാവരും. വെള്ളമുണ്ടോ? പതിയോ ഇല്ലല്ലോ. ഈ പാടവും കണ്ടവും ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഭ്രാന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അത് ഫ്രഷ് ആയിട്ട് എനിക്ക് ഈവനിങ് കോഴിക്കോട് ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ അതിന് മുന്നേ ആയിട്ട് ഞാൻ പാടത്തോട്ട് അച്ഛനെയും കൊണ്ടൊന്ന് വന്നതാണ് കേട്ടോ. നല്ല ഭയങ്കര ഭംഗിയാണ്, ചുറ്റും കൃഷികളൊക്കെയാണ് കേട്ടോ. ഇത് നേരത്തെ നെൽവയൽ ആയിരുന്നു, ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ സോണിയാമ്മയുടെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് അങ്ങോട്ട് വണ്ടി കയറിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയായിരിക്കും ഞാൻ അവിടെ പോയിട്ട്, എൻ്റെ അടുത്ത് എല്ലാവരും സംസാരിക്കുമോ ഇല്ലയോ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ സ്വപ്നേച്ചിനെയും അച്ചുവിനെയും നന്ദുവിനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അച്ഛനെയൊക്കെ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഇടിച്ച് കയറി മിണ്ടാൻ പിന്നെ എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളല്ലോ. അവിടെ നിന്ന് തന്നെ നമ്മുടെ അഖിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. സൂമില്ല, ഇത് എടുക്കാം.
കൊള്ളാല്ലേ പറമ്പില് പണിയെടുക്കുന്ന ഫാമിലി. എന്നെ അറിയോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ എന്നുള്ളതാണ്. എന്താ കേട്ടില്ല? അജിക്ക് കൂടെ വന്നേ. അജിക്ക് വീട്ടിലോട്ട് പോയി ഫ്രഷ് ആവാനായിട്ട്. എനിക്ക് ഷെഡ്യൂൾ ബ്രേക്കാ, 3 ദിവസത്തേക്ക്. ഉണ്ട്, എൻ്റെ ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഓ നടുവാണോ? എടുക്കാണോ? ആ ഓക്കെ. ഞാൻ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വന്നതാ. സോണിയമ്മ കുറെ നാളോട് വിളിക്കുക. ഇല്ല, ഞാൻ ആദ്യമായിട്ടാ വന്നേ. രേവതി വന്നിട്ടുണ്ട്. ആ അതെ അതെ. ഇതൊക്കെ വെക്കേഷൻ വന്നെയാ? ഓക്കെ. എന്ത് രസമാണ് നോക്കി ക്യാമറമാൻ. നല്ല രസമുണ്ട് എല്ലാരും കൂടെ ഇങ്ങനെ പാടത്തോട് നടന്നു വരുമ്പോ. പറഞ്ഞോ, എല്ലാരും കിട്ടിയിട്ടുണ്ട്. ക്യാമറമാൻ എന്തെങ്കിലും പറ. ക്യാമറമാൻ എന്ത് പറയാ? നാടിനെ കുറിച്ച് പറ. നല്ല ഭംഗിയുണ്ട്. എന്നെ കുറിച്ച് പറ. സുന്ദരിയാണ്. ആ പിന്നെ കുറച്ചുകൂടെ പൊക്കി പറ. ഇവൻ അങ്ങനെ സംസാരിക്കത്തില്ല കേട്ടോ. എൻ്റെ ഉണ്ണിയുടെ വേറൊരു ടൈപ്പാണ് ഇവൻ. ഇവൻ്റെ സ്കൂളിൽ ഇവൻ ഭയങ്കര ടെററാണെന്നാണ് ആൻറ്റി പറഞ്ഞത്. എടാ ഇതു നിന്റെ അമ്മയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്തായിരുന്നു അച്ചു? സ്വപ്ന. ആ സ്വപ്ന ആൻറ്റി പറഞ്ഞത് ഇവൻ എൻ്റെ സ്കൂളിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും ഇവൻ ഭയങ്കര ടെററാണ്. പക്ഷേ അല്ലാണ്ട് ഇവൻ ആൾക്കാരുടെ അടുത്ത് അധികം മിണ്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് മിണ്ടിയില്ലേ അച്ചു? ഞാൻ പോയിട്ട് വരുമ്പോൾ നിനക്ക് എന്താ വെച്ചിട്ടുണ്ടേ? പറ. ഞാൻ ഇപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ എനിക്ക് എന്താ വാങ്ങിക്കണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം താൻ പറയടോ. ഒരെണ്ണം എന്തെങ്കിലും ഒരു കാര്യം. ചോക്ലേറ്റ്? ആ പിന്നെ എന്താ വേണ്ടേ? ആ അത് ശരിയേ. ഓക്കെ. ഭയങ്കര രസമുള്ള നല്ല നാട്ടുംപുറം. നമ്മുടെ പുന്നലേൻ്റെ വേറൊരു വേർഷൻ. നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ വഴി മുടങ്ങി. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഉണ്ടോ? ആ യെസ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴി കാണാം. സോണിയമ്മ ചായയൊക്കെ ഇട്ട് വെച്ചേക്കുക. അത് കുടിച്ചിട്ട് വേണം പോവാൻ. അങ്കിളും അവിടെ നിൽപ്പുണ്ട്. കുഴപ്പമില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചെമ്മീൻ ബിരിയാണി ഒന്നും. അതുകൊണ്ട് സ്നേഹിച്ചി ഞാൻ ടെസ്റ്റ് ചെമ്മീൻ കഴിക്കും. ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. ആ ബിരിയാണി കഴിക്കും. നാളെ സ്പെഷ്യൽ നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് വെച്ചു. ഞാൻ ചോദിച്ച അച്ഛന് എന്താ വേണ്ടത്. ഞാൻ ഇപ്പൊ സിറ്റിയിൽ എടുക്കണം. ആ ഞാൻ നന്നാക്കി തരാം. ആ അറിയത്തില്ല. ഇത് ഇങ്ങനെ പിച്ചെടുത്താ മതിയല്ലോ. തോല് പിച്ച് നമുക്ക് നാളെ രാവിലെ എത്ര മണിക്ക് നീക്കണം? രാവിലെ സാധാരണ എണീറ്റാ മതി. ചെമ്മീൻ മേടിച്ചിട്ടൊക്കെ വേണ്ടേ? ഈ വെള്ളം കഴിച്ചു. അതാ നമ്മള് നാരങ്ങ കുടിക്കട്ടെ. എന്ത് മധുരം. നമ്മൾ ഓറഞ്ച് നമ്മള് പുറത്തുനിന്ന് പിച്ചിയ ഓറഞ്ച് ഉണ്ടായിരുന്നു. നീ കുടിച്ചത്? ഭയങ്കര മധുരല്ലേ? അച്ഛൻ ഫേമസ് ആയി. നമ്മള് വീട്ടിൽ ട്രിവാൻഡ്രത്തല്ല, കൊല്ലം കൊണ്ടുവരാം. ഇങ്ങോട്ടല്ല പുല്ലെടുക്കാൻ വന്നത്. പറ വിശേഷം പറ. കണ്ടിന്യൂ. ഹായ്. ചായ, ഉഴുന്ന് വട, പരിപ്പ് വട, ചട്നി. നല്ല ഉഴുന്ന് വട. സുന്ദരി സോണിയമ്മ പറ. അങ്ങനെ അച്ചമ്മി ഫേമസ് ആയി. നല്ല ചായ. നല്ല
ഇവിടെ വന്നിട്ട് കുറെ വാക്കുകളൊക്കെ പഠിക്കാൻ പറ്റി. ഒന്ന് മറ്റേ ഇത് ഏതാ അവക്കോടോ അവക്കാടോ ബട്ടർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചതുരപ്പുളി സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് അല്ലമ്മേ, അതിന് അതങ്ങനെ പറഞ്ഞ വേറെ മറ്റേ ചതുരപ്പുളി. അത് കഴിഞ്ഞിട്ട് മറ്റെന്തായിരുന്നു ചേച്ചി? അല്ലല്ല, നമ്മുടെ മറ്റേ വിനാഗിരിക്ക് എന്താ പറയാ? അതാണ് ഹൈലൈറ്റ്. എന്തെന്നാ? സുർക്ക. ഇനിയിപ്പോ പോകുന്നതിന് മുമ്പ് കൊറേ വാക്കുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടേ. നമുക്ക് ചായ കുടിക്കട്ടെ. ഒന്നും ചെയ്യുന്നില്ലല്ലേ, വല്ലാണ്ട് റോളും ഇല്ലല്ലോ. ചുട്ടൻ ചാടി കഴിഞ്ഞോ? കാഞ്ചനോന്ന് പറഞ്ഞ ഗീതാ ഗോവിന്ദത്തില് കുണ്ടറ. ഞാൻ വിളിച്ച് എല്ലാവരും ഒരുമിച്ച് വരുമ്പോഴേ അവൾ പിന്നെ എന്നെ പോലെ അല്ല, ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടേയിരിക്കും. ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടേ, കുറച്ച് സംസാരിക്കും. സംസാരിക്കും. ഞങ്ങളിട്ട് നല്ല കമ്പനിയാണോ? അതെ അല്ലേ? കമ്പനിയാ. രേവതി ഇവിടെ ഇടയ്ക്ക് വരാറില്ലേ? അത് മറ്റേ രാജ്യമോ? ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. ടാറ്റാ.